ഒരു ദിവസം അച്ഛൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ, അച്ഛൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അതിനകത്ത് പറയുന്നു, ഇങ്ങനെ ചൂട് മൂലം ദേഹമൊക്കെ ചുമന്ന് തടിച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പം അന്നേരം ഞാൻ മോനോട് പറഞ്ഞ്, എനിക്കിനി ഈ അസുഖം വരത്തില്ല മോനെ, കാരണം എനിക്ക് അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് അതെനിക്ക് ബോധ്യമായി, ഇങ്ങനെ ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ എനിക്കത് ഇതുവരെയും വന്നിട്ടില്ല, ആ അസുഖം എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഡ്യൂട്ടിക്ക് കയറാനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. എൻ്റെ പേര് മഞ്ജു, ഞാൻ കൊല്ലത്ത് നിന്ന് വരുന്നു. ആദ്യമായിട്ട് ഞാൻ മാതാവിനും തിരുക്കുമാരനും ഒരു കോടാനുകോടി നന്ദി പറയുന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക്. ഫസ്റ്റായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് ഒരു അലർജിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ മിൽമയിലാണ് ജോലി ചെയ്യുന്നത്. മിൽമയിൽ പ്ലാന്റ് അസിസ്റ്റൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു. അലർജി പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൂടുന്ന് തണുപ്പിലോട്ട് എനിക്ക് പോകുമ്പോൾ ശരീരം ഫുള്ള് ചൊറിഞ്ഞ് തടിച്ച് പൊങ്ങി ആകെ വികൃതമായിരിക്കും. അങ്ങനെ 2-3 തവണ അവിടുന്ന് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാറും, വീണ്ടും എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഞാൻ വീണ്ടും ഡ്യൂട്ടി കയറുമ്പോൾ ഇത് തന്നെയാണ് സ്ഥിരം അവസ്ഥ. അങ്ങനെ എനിക്ക് ഡ്യൂട്ടി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഏപ്രിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച്, ഇനി ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, ഇനി ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല, മാതാവ് തന്നെ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് കയറിയപ്പോൾ ഉടമ്പടി തൈലം ദേഹത്ത് മുഴുവൻ പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി ഡ്യൂട്ടിക്ക് കയറി. ഞാൻ പേടിച്ചാണ് ഡ്യൂട്ടിക്ക് കയറിയത്. പക്ഷെ ഞാൻ ഒരുപാട് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ചെറിയൊരു ഇതുപോലെ വന്നെങ്കിലും എനിക്ക് പിന്നെ വളരെ തടിച്ചൊന്നും പൊങ്ങിയില്ല അന്നത്തെ ദിവസം. പിന്നെ 2 ദിവസം ഞാൻ അങ്ങനെ കയറി. പിന്നെ എന്നാലും എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം അച്ഛൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ, അച്ഛൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ അതിനകത്ത് പറയുന്നു, ഇങ്ങനെ ചൂട് മൂലം ദേഹമൊക്കെ ചുമന്ന് തടിച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യപ്പെടുന്നു എന്ന് പറയുന്നു. അപ്പം അന്നേരം ഞാൻ മോനോട് പറഞ്ഞ്, എനിക്കിനി ഈ അസുഖം വരത്തില്ല മോനെ, കാരണം എനിക്ക് അത് പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് അതെനിക്ക് ബോധ്യമായി, ഇങ്ങനെ ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ എനിക്കത് ഇതുവരെയും വന്നിട്ടില്ല, ആ അസുഖം എനിക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ഡ്യൂട്ടിക്ക് കയറാനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല, എല്ലാ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് കയറുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ ഉടമ്പടിക്ക് വെച്ച ഒരു വിഷയമായിരുന്നു, എനിക്ക് കലാപരമായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ കലാപരമായിട്ട് എന്നെ ഒന്ന് ഉയർത്തണമെന്ന് ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വച്ചതാണ്. ഈ ഒരു 3 മാസം കൊണ്ട് എന്താ അത്ഭുതം നടന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അത്രയ്ക്ക് അത്ഭുതങ്ങളാണ് എനിക്ക് നടത്തി തന്നത് മാതാവ്. അതായത് ഇപ്പം തന്നെ ഒരുപാട് അവസരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 ഷോർട്ട് ഫിലിം തന്നെ ഇപ്പം ഇത് കഴിഞ്ഞ് ഒരു ഫിലിം ചെയ്ത്, ഫിലിം തന്നെ ഞാൻ പോയത് ഒരു ചെറിയൊരു റോള് ചെയ്യാൻ വേണ്ടിയാണ്. അവിടെ ചെന്നപ്പോൾ അവർ എന്നെ പിന്നെ അതിനകത്ത് അസിസ്റ്റ് ചെയ്യാനായിട്ട് ഡയറക്ടറായിട്ട് അവർ നിർത്തി അവിടെ. പിന്നെ ഇപ്പം തന്നെ ഷോർട്ട് ഫിലിം തന്നെ ചെയ്തിട്ട് ഇപ്പോൾ വേറൊരു ഷോർട്ട് ഫിലിം തന്നെ വന്നിട്ട് അവർ പറയുന്നത് ഞാൻ ഡയറക്റ്റ് ചെയ്താൽ മതിയെന്ന് പറയുന്നത്. എനിക്ക് അറിയില്ല എന്താ അത്ഭുതങ്ങൾ ഇവിടെ നടക്കുന്നതെന്ന് പോലും അറിയില്ല, കാരണം എനിക്കൊരു കഴിവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഇതെല്ലാം തരുന്നത് മാതാവാണെന്ന് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഒരു ചെറിയ പൂവാണ് ചോദിച്ചത്, മാതാവ് തരുന്നത് എനിക്കൊരു പൂക്കാലമാണ്. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ മക്കൾക്ക് തീരെ വിശ്വാസം ഇല്ലായിരുന്നു, ദൈവത്തിലൊന്നും അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പം ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ടായിരിക്കും. എൻ്റെ മോന് ഭയങ്കര വിശ്വാസമാണ് ഇപ്പം കൃപാസന മാതാവിന്. രാവിലെ എന്നെക്കാളും മുമ്പ് എഴുന്നേറ്റ് പറയും, അമ്മ കുളിച്ചിട്ട് വാ, പെട്ടെന്ന് നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലണം. എൻ്റെ കൂടെ ഇരുന്ന് എല്ലാ ദിവസവും അവനും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ മകള് ഇപ്പം ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അവൾ എല്ലാ ദിവസവും എക്സാമിൻ്റെ അന്ന് രാവിലെ വിളിച്ചിട്ട് പറയും, അമ്മ പ്രാർത്ഥിക്കണം, അമ്മ പ്രാർത്ഥിച്ചാൽ നടക്കും, അമ്മ പ്രാർത്ഥിക്കണം, എനിക്ക് എക്സാമാണ്. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് എനിക്ക് വന്നിരിക്കുന്നത്.
പിന്നെ അതുകൂടാതെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും, മിക്കവാറും എല്ലാ സാക്ഷ്യങ്ങളും കേൾക്കും. സാക്ഷ്യമെല്ലാം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പം എനിക്ക് ചിലപ്പോൾ മോശം അനുഭവങ്ങളൊക്കെ വരാറുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് ഇത്രയും വിവരം ഉണ്ടായിട്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസവും വിവരം ഉണ്ടായിട്ട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പം ഞാൻ പറയും, എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ അത്രയ്ക്ക് വലുതാണ്, അതുകൊണ്ടാണ് ഞാനങ്ങനെ, എനിക്ക് അത്ര വിശ്വാസമുണ്ട് മാതാവിനെ, ഈശോയെയും. പിന്നെ ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇവിടെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ മോൾക്ക് ജർമ്മൻ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ മതി, അതെല്ലാം റെഡിയാവും. ആ കൊച്ചിന് OET എക്സാം എഴുതി എല്ലാം പാസ്സായി. അപ്പോൾ അവർ വന്ന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ സാറ്റർഡേ വന്ന് അവർ ഉടമ്പടി എടുത്തു. പിന്നെ അതുകൂടാതെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ ഫ്രണ്ടിന് ക്യാൻസർ ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ, ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ സകല കാര്യങ്ങളും മാറും, എനിക്ക് അനുഭവമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ ഉടമ്പടി എടുക്കാൻ ഇവിടെ വരാനായിട്ടിരിക്കുക. പിന്നെ അതുകൂടാതെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ എന്നെക്കൊണ്ടാകുന്ന എല്ലാ സഹായവും എല്ലാവർക്കും ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് തന്നെ ഒരുപാട് പ്രോബ്ലമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, ഡെയിലി വേജസിന് ജോലിക്ക് വരുന്നവരൊക്കെ. അപ്പോൾ അവരുടെയൊക്കെ സങ്കടം എന്നോട് പറയുമ്പോൾ ഞാൻ അവർക്കൊക്കെ എന്നെ കൊണ്ടാകുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 2:10 സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ട് ഈശോ ഭൂമിയിൽ അവതരിച്ചു എന്ന തിരുവചനം നാം വായിക്കുമ്പോൾ ആട്ടിടയർക്കാണ് ദൈവദൂതൻ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള സത്വാർത്ത നൽകുന്നത്. ഇന്ന് കൃപാസനത്തെക്കുറിച്ചുള്ള സത്വാർത്ത, അത് കൃപാസനത്തിൽ പോയാൽ അവിടെ നമ്മെ സ്നേഹിക്കുന്ന ഈശോയും അമ്മയും ഉണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മെ വഴി നടത്തുന്ന സത്യദൈവം അവിടെയുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം ഇന്നുണ്ടായിട്ട് ഒത്തിരിയേറെ മക്കൾ ഇവിടെ കടന്നു വരുന്നു. തങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നീട് അവർ അനുഗ്രഹങ്ങൾ മേടിച്ചെടുക്കുകയാണ്. അവരത് വാങ്ങിച്ചെടുക്കാനായിട്ട് തങ്ങളെ തന്നെ കർത്താവിൻ്റെ മുമ്പിൽ യോഗ്യരാക്കുന്നതിന് അവർ തന്നെ അതിനുള്ള വഴികൾ, അതായത് തങ്ങൾ ഇന്ന് വരെ നയിച്ചിട്ടില്ലാത്ത ഒരു ജീവിത പാത ഓരോ മക്കളും തിരഞ്ഞെടുക്കുന്നു. ആ ജീവിത പാതയിലൂടെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനായിട്ട് അവർക്ക് കഴിയുമ്പോൾ ഇന്ന് വരെയും നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള സാന്ത്വന അനുഭവങ്ങളാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഉണ്ടാവുക. മഞ്ജുവിൻ്റെ ജീവിതത്തിൽ, മഞ്ജുവിന് അലർജി പ്രോബ്ലം, അതായത് കോൾഡ് സ്റ്റോറേജിൽ ജോലി ചെയ്യുന്ന മകളാണ്. അവിടെ ജോലി ചെയ്യാനായിട്ട് മാസങ്ങളായിട്ട് സാധിക്കുന്നില്ല. ദേഹം മുഴുവൻ ചൊറിഞ്ഞ് വല്ലാതെ തടിച്ച് തനിക്ക് ജോലിയുമായിട്ട് യാതൊരു തരത്തിലും കോപ്പപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നു, ഈ ഒരു മകളുടെ കാര്യം പറയുന്നു. അങ്ങനെ ഒരു മകൾക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന ഒരു മകൾക്ക് ദൈവം ആ മകളെ സ്പർശിക്കുന്നതായിട്ടുള്ള അനുഭവം അച്ഛൻ പങ്കുവയ്ക്കുമ്പോൾ ഈ മകള് തൻ്റെ മകനോട് പറഞ്ഞു എന്നാണ് നാം കേട്ടത്.